മക്കളെ, അപ്പോൾ നമ്മൾ മാത്സ് പ്രാക്ടിക്കൽസിൽ ലാബ് നമ്പർ 42 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. എടാ, നമ്മുടെ +2 മാത്സിലെ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് LPP എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് അവിടെ ആകെ പഠിക്കാനുള്ളത് ഒരു LPP തന്നാൽ എങ്ങനെ ഗ്രാഫിക്കലി അതിനെ സോൾവ് ചെയ്യാം. സോ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അതിനെ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് എന്ന് പറയും. സബ്ജക്ട് ടു സർട്ടൈൻ കൺസ്ട്രെയിൻസ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവുക ലീനിയർ ഇനീക്വാലിറ്റീസ് ആയിരിക്കും. സോ ആ കൺസ്ട്രെയിൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷന്റെ മാക്സിമം കാണുക അല്ലെങ്കിൽ മിനിമം കാണുക എന്നുള്ളതായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ നമുക്കറിയാം, അതിനെ നമ്മൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടെ ഫീസിബിൾ റീജിയൻ എടുക്കുകയാണ് ചെയ്യുക. ഫീസിബിൾ റീജിയൻ ചിലപ്പോൾ ബൗണ്ടഡ് ആയിരിക്കും, ചിലപ്പോൾ അൺബൗണ്ടഡ് ആയിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടാറേ ഇല്ല. സോ ഈ കേസസ് ഒക്കെ നമുക്ക് ജിയോജിബ്രയിലൂടെ കുറച്ചുകൂടി അടിപൊളിയായിട്ട് മനസ്സിലാക്കാം. മറ്റേത് നമ്മൾ ഇരുന്ന് വരച്ചു നോക്കാറാണ്, ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത ജിയോജിബ്ര ഗ്രാഫൊക്കെ കാണിച്ചു തരും. സോ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഈ ഒരു ലാബ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. LPP കുറച്ചുകൂടി അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നമ്മൾ ബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ കോർണർ പോയിന്റ്സ് എടുക്കുന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാബിലേക്ക് കടക്കാം. എയിം എന്താണ് ഈ ലാബിന്റെ? ടു എക്സ്പ്ലോർ ദി ജിയോമെട്രിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ജിയോമെട്രിക്കൽ സൊല്യൂഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫീസിബിൾ റീജിയൻ, ഇൻഫീസിബിൾ റീജിയൻ, ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് റീജിയൻസ്. ഈ റീജിയൻസ് ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. ആൻഡ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ കോർണർ പോയിന്റ് മെത്തേഡ് ഫോർ സോൾവിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, സൊല്യൂഷൻ ഓഫ് LPP ഹാവിംഗ് അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ. അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാറുള്ളത്, അതേപോലെ ബൗണ്ടഡ് ആണെങ്കിൽ നമ്മുടെ കോർണർ പോയിന്റ് മെത്തേഡ് അല്ലേ. കോർണർ പോയിന്റ്സിൽ മാത്രമാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ നോക്കുക. അതിൽ മാക്സിമത്തിനെയാണ് നമ്മൾ മാക്സിമം ഓഫ് Z എന്ന് വിളിച്ചത്, അതിൽ മിനിമം ആയിരുന്നു നമ്മുടെ മിനിമം. അതൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ലാബ് ചെയ്യാം. 42.1 ചെയ്യാം. ആക്ടിവിറ്റി 42.1 കോർണർ പോയിന്റ്സ് ആൻഡ് സൊല്യൂഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. കൺസിഡർ ദി LPP, മാക്സിമൈസ് Z is equal to x plus 2y. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് Z is equal to x plus 2y ആണ്. സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻസ്, കണ്ടീഷൻസ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത് y minus x less than or equal to 1, x plus 6y less than or equal to 15, 4x minus y less than or equal to 10, x greater than or equal to 0, y greater than or equal to 0. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ x plus 2y മാക്സിമം നമ്മൾ ഫൈൻഡ് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ പ്രൊസീജിയർ ആയിട്ട് തന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാന്ന്. നമ്മൾ പൊതുവെ എങ്ങനെയാണ് ചെയ്യുക, ലീനിയർ കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുക. കൺസ്ട്രെയിൻസ് വെച്ച് നമ്മൾ ഫീസിബിൾ റീജിയൻ വരയ്ക്കും, എന്നിട്ടാണ് നമ്മൾ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോവുക. ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രൊസീജിയർ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വി ക്യാൻ കൺസ്ട്രക്ട് ദ ഫീസിബിൾ റീജിയൻ യൂസിങ് ഇൻപുട്ട് കമാൻഡ്. എന്താ നമ്മൾ ഇൻപുട്ടിൽ കമാൻഡ് ആയിട്ട് കൊടുക്കുക, y minus x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമ്മൾ ലെസ് ദാൻ ഈക്വൽ ടു 1, ആ രണ്ട് സൈൻസും കൊടുത്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഒന്നിച്ച് വരും കേട്ടോ. അതേപോലെ അടുത്ത കൺസ്ട്രെയിനിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ആൻഡ് എന്ന് നമ്മൾ 2 തവണ കൊടുക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എന്താ പറയുക, പ്രൊസീജിയർ ഒക്കെ നിങ്ങൾക്ക് തരും, ഏറെക്കുറെ സ്റ്റെപ്സ് ഒക്കെ തരും. ഒരു പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് കൂളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് x plus 6y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 കഴിഞ്ഞിട്ട് വീണ്ടും ആൻഡ് 4x minus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് x greater than or equal to 0 and y greater than or equal to 0. ഇതാണ് നമ്മുടെ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ റീജിയൻ നെയിംഡ് A is created. ഒരു A എന്ന് പറയുന്ന ഒരു റീജിയൻ അവിടെ ക്രിയേറ്റ് ആവും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ദി കമാൻഡ് കോർണർ A to get the corner points, identify the corner points which are part of the feasible region, fill the following table എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. അതായത് കോർണർ പോയിന്റും കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് Z. നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ മെത്തേഡ്. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സൊല്യൂഷൻ ബൗണ്ടഡ് ആണ്. അപ്പോൾ നമ്മൾ കോർണർ പോയിന്റ്സിൽ Z-ന്റെ വാല്യൂ നോക്കാറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്ട് ഫീസിബിൾ റീജിയൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പരിപാടി ആദ്യം ചെയ്യാം. നമ്മുടെ ജിയോജിബ്രയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൺട്രോൾ M കൊടുത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് വ്യൂ ആക്കി. ഇനി നമ്മുടെ കമാൻഡ് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം കമാൻഡ് ടൈപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഞാൻ എളുപ്പപ്പണി എടുക്കുന്നുണ്ട്, സമയം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് അപ്പുറത്തെ ഇൻപുട്ടിൽ പോയിട്ട് ഒന്ന് പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് x minus yക്ക് ഹൈഫൺ ആണ് വന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഫീസിബിൾ റീജിയൻ കിട്ടി. നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇതാ ഈ കാണുന്ന ഒരു ബ്ലൂ റീജിയൻ ആണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻസ് നമ്മൾ അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫീസിബിൾ റീജിയൻ കിട്ടി. ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് എന്താ പറഞ്ഞത്, റീജിയൻ നെയിംഡ് A is created. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, A എന്ന് പറയുന്ന ഒരു റീജിയൻ, ഇവിടെ ഒരു സ്മോൾ എ നിങ്ങൾക്ക് കാണാം. ഈ ഒരു സ്മോൾ എ റീജിയൻ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് ബാറിൽ കമാൻഡ് കോർണർ A to get corner points. അപ്പോൾ നമ്മുടെ റീജിയന്റെ കോർണർ പോയിന്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും, ഇവിടെ കമാൻഡ് ആയിട്ട് കോർണർ എന്ന് കൊടുക്കും. കോർണർ എന്ന് കൊടുത്താൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് A എന്ന് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ റീജിയന്റെ പേര് A എന്നാണ്. അപ്പോൾ അതിന്റെ മൊത്തം കോർണർ പോയിന്റ്സ് നമുക്കിപ്പോൾ കിട്ടും. നിങ്ങൾ നോക്കിക്കേ, കോർണർ പോയിന്റ്സ് മൊത്തം ലെഫ്റ്റിൽ ഇവിടെ കാണാം. A, C, J, E ഒരുപാട് കോർണർ പോയിന്റ്സ് ഉണ്ട്. ഇതിൽ നമ്മുടെ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ A, E, പിന്നെ ഏതൊക്കെയാണ് I, J, C. ഇത്രയാണ് നമ്മുടെ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സിന്റെ പോയിന്റ്സ് നമുക്ക് എടുക്കാം. ഓക്കെ, അത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ കാണാം. സോ
അതിനുവേണ്ടി കോർണർ പോയിന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മൾ അതിന്റെ നെയിം ആൻഡ് ലേബിൾ എന്നുള്ള ഫോമിലേക്ക് മാറ്റാം കേട്ടോ. ഷോ ലേബിളിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുക്കുകയാണ്. നെയിം ആൻഡ് വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എല്ലാവരുടെയും കോർണർ പോയിന്റ്സ് കിട്ടി. ഇതിപ്പോൾ എല്ലാവരുടെയും ഉണ്ട് അല്ലേ, സാറില്ല, നമുക്ക് എന്ത് മതി, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ എ ഇ അതേപോലെ ഐ ഒറിജിൻ ആൻഡ് സി ഇത്രയും പോയിന്റ്സിന്റെ വാല്യൂസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി സൂം ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻ ദി ഇൻപുട്ട് ബാർ ടൈപ്പ് കമാൻഡ് നമ്മൾ ചെയ്തു. ഐഡന്റിഫൈ ദി കോർണർ പോയിന്റ്സ് വിച്ച് ആർ പാർട്ട് ഓഫ് ദി ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഇവിടെ ശരിക്കും എ എന്ന് പറയുന്നത് 1.29 2.29 എന്ന് പറയുന്ന കോർണർ പോയിന്റ് ആണ്. ഇ 3.2 എന്ന് പറയുന്ന കോർണർ പോയിന്റ് ആണ്. പിന്നെ ഐ എന്ന് പറയുന്നത് 2.50 ആണ്. ആൻഡ് ഒറിജിൻ ഉണ്ട് 00 ആൻഡ് ദെൻ കംസ് 01 സി എന്ന് പറയുന്ന കോർണർ പോയിന്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എ ഇ ഐ പിന്നെ സി ഒ ഇത്രയാണ് നമ്മുടെ കോർണർ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കോർണർ പോയിന്റ്സ് ഫീസിബിൾ റീജിയൻ്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഇനി ഫിൽ ദ ഫോളോയിങ് ടേബിൾ. ഇത് ഞാൻ ഓൾറെഡി ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കോർണർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സെഡ് വാല്യൂ എടുക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി. കോർണർ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ LPP പ്രൊസീജിയർ എന്താ, കോർണർ പോയിന്റ്സിന് കറസ്പോണ്ടിങ് സെഡ് വാല്യൂ എടുക്കും. അതിൽ മാക്സിമത്തിന് നമ്മൾ മാക്സിമം എന്ന് വിളിക്കും, മിനിമത്തിന് നമ്മൾ മിനിമം ഓഫ് സെഡ് എന്ന് വിളിക്കും. സോ ഇവിടെ കോർണർ പോയിന്റ് ആയിട്ട് നമുക്ക് 00 01 1.29 2.29 32 2.50 ഇതിനൊക്കെ നെയിം ഉണ്ട്. ആക്ച്വലി ആ നെയിം ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ നെയിമിങ്ങിൽ ഒരു കൺഫ്യൂഷൻ നമുക്ക് നോക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ വാല്യൂസ് തന്നെ കൊടുത്തിട്ടുള്ളത്. സോ ABCD എന്നൊക്കെ പറഞ്ഞ് കോർണർ പോയിന്റ്സ് നെയിം ആയിട്ട് കൊടുത്താലും മതി. ഞാനിവിടെ 00 01 എന്ന് പറഞ്ഞിട്ട് വാല്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ്സും വൈ കോർഡിനേറ്റ്സും ടേബിളിൽ ചോദിച്ചു, അത് നമ്മൾ കൊടുത്തു. എക്സും വൈയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എക്സ് പ്ലസ് 2y ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ എക്സ് പ്ലസ് 2yൽ എക്സിനും വൈക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ 0 കൊടുക്കുമ്പോൾ 0 + 2 0 അതായത് 0 എന്ന് കിട്ടും. 0 1 എന്ന് കൊടുക്കുമ്പോൾ 0 + 2 × 1 അതായത് 2 എന്ന് കിട്ടും. സിമിലർലി 1.29 2.29 32 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് z ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എന്താ ക്വസ്റ്റ്യൻ, വിച്ച് കോർണർ പോയിന്റ് ഓഫ് പോളിഗൺ ഹാസ് ദി ലാർജസ്റ്റ് വാല്യൂ ഓഫ് z? ഏത് കോർണർ പോയിന്റ് ആണ് ലാർജസ്റ്റ് വാല്യൂ? ഇവിടെ നോക്കിയാൽ ആരാണ് ലാർജസ്റ്റ് വാല്യൂ? 7 ആണല്ലേ. ഇവിടെ കമ്പാരിറ്റീവ്ലി ഏറ്റവും വലുത് 7 ആണ്. 7 വരുന്നത് ഏത് പോയിന്റിലാണ്? 32 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ഏത് കോർണർ പോയിന്റിലാണ് ലാർജസ്റ്റ് വാല്യൂ എന്ന് ചോദിച്ചാൽ 32 ആണ് നമ്മുടെ ആൻസർ. അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണോ എക്സാമിന് ചോദിക്കുന്നത് അതിനനുസരിച്ച് ഇതൊക്കെ നിങ്ങൾ ഒബ്സർവേഷൻ ബുക്കിൽ എഴുതുന്നുണ്ടാവും. സോ ആൻസർ 32 എന്നാണ്. വിച്ച് കോർണർ പോയിന്റ് ഹാസ് ദി മിനിമം വാല്യൂ ഓഫ് z? മിനിമം വാല്യൂ ഇവിടെ വരുന്നത് 0 ആണ് അല്ലേ. സോ മിനിമം വാല്യൂ വരുന്നത് 00 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ LPP ഇതോടുകൂടി അവസാനിച്ചു. കാരണം നമുക്ക് മാക്സിമം കിട്ടി, മിനിമം കിട്ടി. ഇനി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കോർണർ പോയിന്റ് അല്ലാത്ത സ്ഥലത്ത് മാക്സിമോ മിനിമോ വരുമോ എന്നുള്ളൊരു കാര്യം. അതായത് is there any other point inside the feasible region which can have a greater value of z than that at the corner points? To check this we do the following steps. അപ്പോൾ ഒരു എക്സ്ട്രാ ചെക്ക് നമ്മൾ ഇവിടെ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോർണർ പോയിന്റ്സിൽ മാക്സിമം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യമാണ്. അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുക? ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള മൊത്തം റീജിയൻ ആണ്. അതിൽ ഏതെങ്കിലും ഒരു ഇൻസൈഡ് പോയിന്റിൽ മാക്സിമം വന്നാലോ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു വാല്യൂ മാക്സിമം ആയിട്ട് വന്നാലോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ക്രിയേറ്റ് എ സ്ലൈഡർ C വിത്ത് മിനിമം -1 മാക്സിമം 10 ആൻഡ് ഇൻക്രിമെന്റ് 0.1 എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൂ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഇൻസൈഡ് റീജിയൻ ഇല്ലടാ, ഇവിടെ ഏതെങ്കിലും പോയിന്റിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ മാക്സിമം 7 ആണ്. 7നേക്കാളും വലിയ വാല്യൂ ഫംഗ്ഷൻ എടുക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന്റെ പുറമെ എന്തെടുത്താലും നമുക്ക് വിഷയമല്ല. ഫീസിബിൾ റീജിയനിലാണല്ലോ നമ്മൾ സൊല്യൂഷൻ നോക്കേണ്ടത്. സോ ഇൻസൈഡ് 7നേക്കാളും വലിയ വാല്യൂസ് ഫംഗ്ഷൻ എടുക്കുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ സ്ലൈഡർ C വിത്ത് മിനിമം -1 മാക്സിമം 10 ആൻഡ് ഇൻക്രിമെന്റ് 0.1. അപ്പോൾ സ്ലൈഡർ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു സ്ലൈഡർ കൊടുക്കാം. C എന്നല്ലേ സ്ലൈഡറിന് നെയിം കൊടുക്കാൻ പറഞ്ഞത്, അപ്പോൾ C കൊടുക്കുക. -1 മിനിമവും 10 മാക്സിമം അല്ലേടാ പറഞ്ഞേ, ആൻഡ് ഇൻക്രിമെന്റ് 0.1. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലൈഡർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഡ്രോ ദി ലൈൻ x + 2y = c. ഈ c എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇൻപുട്ടിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ x + 2y ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് x + 2y = c എന്നാണ്. ഇതാണ് നമ്മുടെ അടുത്ത കമാൻഡ്. അപ്പോൾ നമ്മൾ x + 2y = c എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തപ്പോൾ നമുക്ക് മറ്റൊരു ലൈൻ കിട്ടി. ഇതാണ് ശരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇനി വലിയ വാല്യൂസ് എടുക്കുമോ ചെറിയ വാല്യൂസ് ആണോ എടുക്കുക എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ ഒരു ബ്ലാക്കിന്റെ കളർ, നിങ്ങൾക്ക് വിസിബിലിറ്റി കുറവാണെങ്കിൽ ഈ കളർ മാറ്റാം കേട്ടോ. ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ടേ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോയാൽ അവിടെ കളർ ഉണ്ടാവും. കളറിൽ ഏതെങ്കിലും ബ്രൈറ്റ് കളർ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണും. ഇവിടെ റെഡ് ആയപ്പോൾ കുറച്ചുകൂടി വിസിബിൾ ആണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലൈൻ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ സെറ്റ് ദ വാല്യൂ ഓഫ് c
at 1 and observe whether there is any point in the feasible region satisfying the condition x plus 2y is equal to c. Gradually increase the value of c until there exists at least one point of the feasible region is on the line x plus 2y is equal to c. Identify the point and find the value of c. What is the maximum value of z in the feasible region? So, ഈ c വെച്ച് maximum value നമ്മൾ ശരിക്കും ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പം നമ്മൾ ആക്ച്വലി x plus 2y is equal to 1 എന്ന് പറയുന്ന പോയിന്റിലാണ് കിടക്കുന്നത്. ഫീസിബിൾ റീജിയനിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ഫീസിബിൾ റീജിയനിൽ ഈ റെഡ് വരുന്ന എല്ലാ പോയിന്റ്സിലും എക്സ് പ്ലസ് 2y 1 ആയിരിക്കും. അപ്പോൾ ഫീസിബിൾ റീജിയനും ഈ റെഡ് ലൈനും ആയിട്ടുള്ള ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സിലൊക്കെ നമ്മുടെ എക്സ് പ്ലസ് 2yയുടെ വാല്യൂ 1 ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞത് എക്സ് പ്ലസ് 2yനെ ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേ ഇതിങ്ങനെ കൊണ്ടുപോയി ഇതെങ്ങനെ മുകളിലേക്ക് വരികയാണ്. ഇതൊക്കെ ഇൻഫീസിബിൾ റീജിയൻ ആണ്, നമുക്ക് വേണ്ട. ഫീസിബിൾ റീജിയൻ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് 0യിൽ എത്തിയപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ c ഈക്വൽ ടു 0 എന്ന് വന്നു. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണല്ലോ c എന്ന് പറയുന്നത്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു c ആണ് നമ്മുടെ കമാൻഡ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ 0 എന്ന് വന്നു. എവിടെ? ഒറിജിനിൽ നമ്മുടെ c എന്തായിരുന്നു? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മൾ ടേബിൾ വാല്യൂ കണ്ടതാണ്. ഒറിജിനിൽ 0 ആയിരുന്നു. അതായിരുന്നു നമ്മുടെ മിനിമം. അപ്പോൾ ഇത് മിനിമം മാക്സിമം ഒറിജിനൽ ആണോ എന്ന് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാണ്. മാക്സിമം മാത്രമാണ് പറഞ്ഞത്, മിനിമവും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ലൈൻ മൂവ് ചെയ്യും അല്ലേ. ഈ ലൈന് ഏതെങ്കിലും പോയിന്റ് എത്തുമ്പോൾ 7നേക്കാളും കൂടുതൽ വാല്യൂവോ 0നേക്കാളും കുറവ് വാല്യൂ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എവിടെ? നമ്മുടെ ഈ ഒരു ഷെയ്ഡഡ് ഫീസിബിൾ റീജിയനിൽ. അതിന്റെ പുറത്ത് നമ്മുടെ ഒരു മാറ്റർ ഓഫ് ഡിസ്കഷൻ അല്ല. ഫീസിബിൾ റീജിയന്റെ ഉള്ളിൽ 7നേക്കാളും വലുതോ 0നേക്കാളും ചെറുതോ എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇല്ലാന്ന് നമുക്ക് ഉറപ്പായാൽ നമുക്ക് ഉറപ്പിക്കാം 0 തന്നെയാണ് മിനിമം, 7 തന്നെയാണ് മാക്സിമം എന്നുള്ളത്. സോ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് 0 കിട്ടി. ഇനി 0നേക്കാളും ചെറുത് കിട്ടുന്നുണ്ടോ? ഇല്ല. വാല്യൂസ് കൂടി വരികയാണ്. കൂടി ഫീസിബിൾ റീജിയൻ ഇപ്പൊ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവുന്നത് വരെ 0നേക്കാളും ചെറിയ വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഉറപ്പായി വാല്യൂ കൂടി വരികയാണ്. 0നേക്കാളും ചെറുത് നമുക്ക് കിട്ടിയിട്ടില്ല. 0 തന്നെയാണ് മിനിമം എന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇതേപോലെ 7 ആണ് മാക്സിമം നമ്മൾ ഉറപ്പിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഫസ്റ്റ് മുതൽ പരിപാടി തുടങ്ങുകയാണ്. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഫീസിബിൾ റീജിയന്റെ അകത്ത് കയറി 0 എടുത്തു. ഇനി ഇങ്ങനെ 0 കഴിഞ്ഞ് പിന്നെ c എത്തുമ്പോഴേക്ക് നമ്മുടെ പോയിന്റ് എന്തായിട്ട് മാറി? 2 എന്ന് പറയുന്ന വാല്യൂ അതെടുത്തു. അത് കഴിഞ്ഞ് c കഴിഞ്ഞ് നമ്മുടെ കോർണർ പോയിന്റ് ആയിട്ടുള്ള ഒരു 2.5ൽ കറക്റ്റ് 2.5 എത്തുമ്പോൾ നോക്കിക്കേ, സിയുടെ വാല്യൂ 2.5 എന്ന് വന്നു. പിന്നെ ഞാൻ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് 3 വന്നു, 4 വന്നു, 5 വന്നു. അങ്ങനെ a എത്തുമ്പോൾ അത് എത്രയാണ്? 5.8 എന്ന് പറയുന്ന വാല്യൂ ആണ്. പിന്നെ ഇതിങ്ങനെ കൂടി ഈ എത്തുമ്പോൾ അത് കറക്റ്റ് 7 എന്ന് പറയുന്ന വാല്യൂ എത്തുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ 7നേക്കാളും വലുത് കണ്ടായിരുന്നു? ഇല്ല അല്ലെ. ഈ കഴിഞ്ഞു പോകുമ്പോൾ 7നേക്കാളും വലിയ വാല്യൂസ് വരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഫീസിബിൾ റീജിയൻ അല്ല. ചുരുക്കി പറഞ്ഞ ഫീസിബിൾ റീജിയനിൽ എവിടെയും 7നേക്കാളും വലിയ വാല്യൂ എടുക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? നമ്മുടെ മിനിമം 0 ആണ്, മാക്സിമം 7 ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇതാണ് നമ്മുടെ ബൗണ്ടഡ് കോർണർ പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഫൈനൈറ്റ് സൊല്യൂഷന്റെ സെക്കൻഡ് ആക്ടിവിറ്റി പഠിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇൻ ദിസ് ആക്ടിവിറ്റി വി ഡിസ്കസ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഹാവിംഗ് എൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇവിടെ മാക്സിമൈസ് ചെയ്യേണ്ടത് 3x + 9y ആണ്. And subject to the constraints x plus 3y less than or equal to 60, x plus y greater than or equal to 10, x less than or equal to y, xy greater than or equal to 0. എങ്ങനെ കമാൻഡ് കൊടുക്കുക? x plus 3y less than equal to 60 and x plus y greater than equal to 10 and അങ്ങനെ കമാൻഡ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു പുതിയ വിൻഡോ എടുക്കുക അല്ലേ. സോ എന്നിട്ട് നമുക്ക് ഈ കമാൻഡ് കൊടുത്തു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കൺട്രോൾ M കൊടുത്ത് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് നമ്മൾ ഈ കമാൻഡ് ഒന്ന് കോപ്പി ചെയ്യാണ് കേട്ടോ. യെസ്. സോ ഇതാണ് നമ്മുടെ പുതിയ കമാൻഡ്. നമ്മുടെ ഇൻഫൈനൈറ്റ് സൊല്യൂഷന്റെ കേസാണ്. നമുക്ക് ചെയ്ത് നോക്കാം. എന്താ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അൺബൗണ്ടഡ് പോലെയാണ് തോന്നുന്നത്. നമുക്ക് ഇതിനൊന്ന് എന്ത് ചെയ്യാം? മൊത്തം ഗ്രാഫ് കിട്ടാൻ വേണ്ടി ഒന്ന് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് കിട്ടി. ഇത് അൺബൗണ്ടഡ് ഒന്നുമല്ല, ബൗണ്ടഡ് റീജിയൻ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കോർണർ പോയിന്റ്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കോർണർ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക അല്ലേ. കോർണർ നമ്പർ ഓഫ് കോർണറിന് ആദ്യം സെലക്ട് ചെയ്യുക, A കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോർണർ പോയിന്റ്സിന്റെ പേര് കിട്ടിയിട്ടുണ്ട്. ആ പേരിന്റെ കൂടെ തന്നെ ഇവരുടെ എന്ത് വാല്യൂം കൂടി കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നെയിമിന്റെ കൂടെ
നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ കോർണർ പോയിന്റ്സിന്റെയും നെയിമും വാല്യൂവും കിട്ടി. അവിടെ തന്നെ വാല്യൂ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ലേ, സി എന്ന് പറയുന്നത് 020 ആണ്, എഫ് 010 ആണ്, ആൻഡ് ഇവിടെ ഇ എന്ന് പറയുന്നത് 55 ആണ്, ബി 15 ആണ്. അപ്പോൾ ഇവിടുത്തെ ബൗണ്ടഡ് റീജിയനിൽ നമുക്ക് 4 കോർണർ പോയിന്റ്സ് ആണുള്ളത്. ആ വാല്യൂസ് ഒക്കെ നമുക്കിപ്പോൾ വിസിബിൾ ആണ്. അല്ലെങ്കിൽ ലെഫ്റ്റിൽ ഉണ്ടാവും കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഗ്രാഫിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്കൊരു ബൗണ്ടഡ് റീജിയൻ കിട്ടി, അതിന്റെ 4 കോർണർ പോയിന്റ്സും നമുക്ക് കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്? ഐഡന്റിഫൈ ദി കോർണർ പോയിന്റ്സ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് z അറ്റ് ദി കോർണർ പോയിന്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് മാക്സിമം മിനിമം ഒക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ബൗണ്ടഡ് റീജിയൻ ആണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന മാക്സിമം മിനിമം ഒക്കെ, അതായത് നമുക്ക് കിട്ടിയ കോർണർ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് z വാല്യൂ എടുക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഇസ് ദർ എനി അതർ പോയിന്റ് ഇൻസൈഡ് ദ ഫീസിബിൾ റീജിയൻ അറ്റ് വിച്ച് z ഇസ് മാക്സിമം? ടു ചെക്ക് ദിസ് വി ഡു ദ ഫോളോയിങ്. എന്താ നമ്മൾ ചെയ്യുക, സ്ലൈഡർ സി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം. ബിഫോർ ദാറ്റ്, ഇതാണ് നമ്മുടെ കോർണർ പോയിന്റും കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് z കേട്ടോ. സോ z എന്ന് പറയുന്നത് 3x + 9y ആണ്. കോർണർ പോയിന്റ്സ് ആയിട്ട് നമുക്കിപ്പോൾ കിട്ടി, നമ്മളിപ്പോൾ കണ്ടു 15, 15, 020, 010, 55. ഈ 4 പോയിന്റ്സ് ആയിരുന്നു നമ്മുടെ കോർണർ പോയിന്റ്സ്. ഇവിടെ നമ്മൾ 3x + 9y വാല്യൂ കണ്ടു. വാല്യൂ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് 180, 180 എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സിൽ ഫംഗ്ഷൻ മാക്സിമം എടുക്കുന്നുണ്ട്. ഏതൊക്കെ പോയിന്റ്സിലാണ്? 15, 15ലും 020ലും. നോക്കിക്കേ, 15, 15 എന്ന് പറയുമ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. സിമിലർലി 020 എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇവിടെ 2 സ്ഥലത്തും ഫംഗ്ഷൻ മാക്സിമം ആയിട്ടുള്ള 180 വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താ ക്വസ്റ്റ്യൻ? നോട്ട് ഡൗൺ ദ മാക്സിമം വാല്യൂ അറ്റ് ദ പോയിന്റ്സ് വേർ ദിസ് മാക്സിമം അപ്പിയേഴ്സ്. 180 ആണ്, ആൻഡ് പോയിന്റ്സ് ആയിട്ട് കിട്ടിയത് 020യും 15, 15യും എങ്ങാനും അല്ലേ? നമുക്കത് നോക്കാം. ഇനി ഡസ് ദി മാക്സിമം ഒക്കർ അറ്റ് എ സിംഗിൾ പോയിന്റ് ഓർ മൾട്ടിപ്പിൾ പോയിന്റ്സ്? നമുക്ക് മനസ്സിലായി, ഒരു പോയിന്റിലല്ല മാക്സിമം വരുന്നത്, മൾട്ടിപ്പിൾ പോയിന്റ്സിലാണ്. ഇസ് ദർ എനി അതർ പോയിന്റ് ഇൻസൈഡ് ദ ഫീസിബിൾ റീജിയൻ അറ്റ് വിച്ച് z ഇസ് മാക്സിമം? അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കോർണർ പോയിന്റ്സിൽ ഓക്കെ, 2 കോർണർ പോയിന്റ്സിൽ മാക്സിമം കിട്ടിയിട്ടുണ്ട്. ഇതല്ലാത്ത ഏതെങ്കിലും പോയിന്റിൽ, ഇതിലും കൂടുതൽ പോയിന്റ്സിൽ മാക്സിമം ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡർ വെച്ച് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ലൈഡർ മൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പോയിന്റ്സിൽ 180 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ സി തന്നെയാണ് നെയിം. മിനിമം 0യും മാക്സിമം 200 ആണ്. ഇൻക്രിമെന്റ് 0.1 ആണ്. സ്ലൈഡറൊക്കെ നിങ്ങൾക്ക് തരൂ കേട്ടോ, അതൊന്നും കാണാണ്ട് പഠിക്കൊന്നും വേണ്ട. സോ സ്ലൈഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വാല്യൂ നെയിമായിട്ട് സി എന്ന് കൊടുക്കുകയാണ്. മിനിമം -1ഉം മാക്സിമം 200 അല്ല, അതാ തന്നെ -1 മാക്സിമം 200 ആൻഡ് ഇൻക്രിമെന്റ് ആയിട്ട് 0.1. അങ്ങനെ നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ സ്ലൈഡർ വന്നു കേട്ടോ. സോ സ്ലൈഡർ മിനിമം 0 ആണ് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. നമ്മൾ 0 ആൻഡ് മാക്സിമം 200ൽ നമ്മൾ എന്ത് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രോ ദി ലൈൻ 3x + 9y = c. അപ്പോൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3x + 9y = c എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? മിനിമം എഡിറ്റ് ചെയ്യാം കേട്ടോ. സോ ഞാനിവിടെ 0 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം അവർ പറഞ്ഞ പോലെ സ്ലൈഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മുടെ 3x + 9y = c, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 3x + 9y ആണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ സ്ലൈഡറിന്റെ ഡ്യൂട്ടി അല്ലേ. 3x + 9y = c നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. 3x + 9y = c. സോ 3x + 9y = c, അല്ലെങ്കിൽ നമ്മുടെ സ്ലൈഡർ വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കൊരു ആഷ് കളർ ലൈൻ കാണുന്നുണ്ട്. നമുക്കത് അതിനൊന്നുകൂടി ബ്രൈറ്റ് ആക്കാം അല്ലേ. ലൈനിൽ പ്രസ് ചെയ്യുന്നു, ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിന്റെ കളർ ഒന്ന് നമ്മൾ റെഡ് ആക്കുകയാണ് കേട്ടോ, കുറച്ചുകൂടി വിസിബിൾ ആവാൻ വേണ്ടിയിട്ട്. യെസ്, ഇപ്പം നമുക്ക് വേർതിരിച്ചറിയാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സ്ലൈഡർ. ഇതിനെയാണ് നമ്മൾ മൂവ് ചെയ്ത് കൂടുതൽ പോയിന്റ്സിൽ 180 വാല്യൂ എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. തുടങ്ങല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളിതാ c = 1ൽ തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെ 0ലാണ് തുടങ്ങിയത്, ഇതിങ്ങനെ പോയി ഇപ്പോഴും നമ്മുടെ ഫീസിബിൾ റീജിയനിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോഴാണ് എക്സാക്ട് ആയിട്ട് അത് ഫീസിബിൾ റീജിയനിലേക്ക് കയറുന്നത്. നോക്കിക്കേ, c = 58 അല്ല 60 അല്ല നമ്മുടെ കറക്റ്റ് വാല്യൂ. നോക്കിക്കേ, 55ൽ കറക്റ്റ് ലൈൻ എത്തിയപ്പോൾ സിയുടെ വാല്യൂ 60 ആയി. അപ്പോൾ നമ്മൾ 60 എത്തി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, 180 2 പോയിന്റ്സിലല്ല അതിലും കൂടുതൽ പോയിന്റ്സിൽ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതാ വീണ്ടും ഇങ്ങനെ സ്ലൈഡർ മൂവ് ചെയ്ത് ഫീസിബിൾ റീജിയനിലേക്ക് കടന്നു. 80, 81 എന്നൊക്കെ പറഞ്ഞ് വാല്യൂസ് എടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ 010 എന്ന് പറയുന്ന പോയിന്റ് എത്തിയപ്പോൾ കറക്റ്റ് അത് 90 വാല്യൂ എടുത്തു കേട്ടോ, കോർണർ പോയിന്റിൽ. ഇനി വീണ്ടും നമ്മൾ ഇങ്ങനെ വാല്യൂസ് നോക്കുന്നുണ്ട്. വാല്യൂസ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് സി ആണ് കേട്ടോ. ഇവിടെ സി നോക്കിക്കേ, സി 111 ആയി. നമുക്ക് 120ൽ കൂടുതൽ 180 ആണല്ലേ കിട്ടേണ്ടത്. 180 കിട്ടുന്നുണ്ടോ എന്നാണ് കേട്ടോ നോക്കുന്നത് നമ്മൾ. 120 ആയി, 130 അങ്ങനെ വന്ന് നോക്കിക്കേ, ഇപ്പൊ 180 ആവും. യെസ്, ഇവിടെ കറക്റ്റ് നമുക്ക് എന്ത് കിട്ടി, കറക്റ്റ് 180 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. 180 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിയെ കാണാനില്ല, അതായത് നമ്മുടെ ആ ലൈനിനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സി ബിയുടെ ആ ലൈൻ ഇല്ലടാ, സി ബിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്, അവിടെ നമ്മുടെ സ്ലൈഡർ അവിടെ ഹൈഡായി കിടക്കുകയാണ്. കാരണം എക്സാക്റ്റ് ആ ലൈനുമായിട്ട്
പാരലായിട്ട് അതിന്റെ മുകളിൽ തന്നെ നമ്മുടെ ലൈൻ കിടക്കുകയാണ്. നോക്കിക്കേ, ഇത് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറിയാൽ നമ്മുടെ ലൈൻ അവിടെ പ്രത്യക്ഷമാവും. ഇച്ചിരി കൂടി അപ്പുറത്ത് പോയി 180 എത്തിയാൽ നമ്മുടെ ലൈൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. 180 എത്തുമ്പോൾ നമ്മുടെ ലൈൻ കാണുന്നില്ല. നോക്കിക്കേ, 180 എത്തുമ്പോൾ നമ്മുടെ ലൈൻ കാണുന്നില്ല, കാരണം എക്സാക്ട്ലി നമ്മുടെ മറ്റേ ലൈനിന്റെ മുകളിൽ പോയിട്ട് 180 കിടക്കുക. വിച്ച് മീൻസ് ഈ സി ഈക്വൽ ടു 180 ആവുന്ന എത്ര പോയിന്റ്സ് ആക്ച്വലി ഉണ്ട്? സിയിലും ബിയിലും മാത്രമാണോ? അല്ല, ഈ ലൈൻ ഇതിന്റെ മുകളിൽ എക്സാക്ട് ആയിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ സിനെയും ബിനെയും ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് ഇല്ലേ, സി ബി എന്ന് പറയുന്ന ലൈൻ, അവിടെ എല്ലാ പോയിന്റിലും സംഭവം 180. അതുകൊണ്ടാണ് നമുക്ക് ആ ലൈന് കാണാത്തത്. ആക്ച്വലി ഇതിന്റെ പിറകിൽ നമ്മുടെ ലൈൻ ഉണ്ട്. ഈ ഓരോ പോയിന്റിലും നമ്മുടെ ഫംഗ്ഷൻ 180 ആണ്. ഓരോ പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ, അതായത് സി ബി എന്ന് പറയുന്ന 2 പോയിന്റ്സ്, ഇത് നമുക്ക് LPP ചെയ്യുമ്പോൾ പറയാം. 2 പോയിന്റ്സിൽ ഫംഗ്ഷൻ മാക്സിമം എടുക്കുന്നുണ്ടെങ്കിൽ ഇടാ, അതിന് കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിൽ മൊത്തം ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും, ആ 2 പോയിന്റ്സിൽ മാത്രമായിരിക്കില്ല. അതാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് സ്ലൈഡർ വെച്ചപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി, കാരണം ഇതിങ്ങനെ മൂവ് ചെയ്ത് നോക്കിയപ്പോൾ ആ ലൈനിന് എക്സാക്ട്ലി സ്ലൈഡർ കവർ ചെയ്യുന്നുണ്ട്. ആ ഓരോ പോയിന്റിലും ഫംഗ്ഷന്റെ മാക്സിമം 180 തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലായി. പിന്നെയും മൂവ് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ അത് പുറത്തേക്ക് കടന്നു. പുറത്ത് 200 എടുത്താലൊന്നും നമുക്ക് വിഷയമില്ല. നമുക്ക് നമ്മുടെ എക്സാക്ട് പോയിന്റിൽ 180 ഒരുപാട് പോയിന്റ്സിൽ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. വേറെ ഇൻസൈഡിലൊന്നും എവിടെയും എടുക്കുന്നില്ല. സോ നമ്മുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻസ് നമുക്കുണ്ട്. എത്ര പോയിന്റ്സിലാണ്? ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സിൽ ഫംഗ്ഷൻ മാക്സിമം എടുക്കുന്നുണ്ട്. ഇതാണ് ഇൻഫൈനൈറ്റ് കേസ് LPP. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ കൺസിഡർ ദി LPP എന്ന് പറഞ്ഞിട്ട് ഡിറ്റർമൈൻ ഗ്രാഫിക്കലി ദി മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to 5x minus 2y subject to the constraints 2x minus y greater than or equal to minus 5, 3x plus y greater than or equal to 3, 2x minus 3y less than or equal to 12, xy greater than or equal to 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസ്ട്രക്ട് ദ ഫീസിബിൾ റീജിയൻ, പ്ലോട്ട് ദി കോർണർ പോയിന്റ്സ്. അങ്ങനെ നമ്മൾ ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് കമാൻഡ് ആക്ച്വലി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമാൻഡ് നമുക്ക് അവിടെ കൊടുക്കാം. എന്താണ്? ഒരു ന്യൂ വിൻഡോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ കൺട്രോൾ M കൊടുക്കുന്നു. ഇനി എന്തൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ? 2x minus y greater than or equal to 5. അത് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ 2x minus y greater than or equal to 5. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആൻഡ് 2 പ്രാവശ്യം ഷിഫ്റ്റ് 7 പ്രസ് ചെയ്ത ആൻഡ് ആണ് വരിക. ആൻഡ് ഇനി അടുത്ത എന്താടാ? അടുത്തത് 3x plus y greater than or equal to 10. അതേപോലെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഞാനിത് ഒന്നിച്ച് കോപ്പി ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. യെസ്. ഇത് ഒന്നിച്ച് കോപ്പി ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ ഒന്നിച്ച് തന്നെ കോപ്പി ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഓരോ ഇനീക്വാലിറ്റി കഴിയുമ്പോഴും നമുക്ക് എന്ത് കൊടുക്കാം? ആൻഡ് കൊടുക്കാം. കോമയൊന്നും വേണ്ട കേട്ടോ. ആൻഡ് ഇനി ഇത് സോഫ്റ്റ് കോപ്പി ആണ് തരുന്നെങ്കിൽ ഇതേപോലെ കോപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആൻഡ് കമാൻഡ് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറക്റ്റ് ആയിട്ട് നമ്മുടെ ലീനിയർ ഇനീക്വാലിറ്റി കിട്ടിയിട്ടുണ്ട്. ലീനിയർ ഇനീക്വാലിറ്റി അല്ല, LPPയുടെ ഫീസിബിൾ റീജിയൻ കിട്ടിയിട്ടുണ്ട്. ഈ ഫീസിബിൾ റീജിയൻ ഞാൻ എത്ര ചെറുതാക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇറ്റ് ഇസ് അൺബൗണ്ടഡ്. അത് ബൗണ്ടഡ് അല്ല, അൺബൗണ്ടഡ് ആണ്. സോ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫീസിബിൾ റീജിയൻ, വിച്ച് ഈസ് ആൻ അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ. അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയന്റെ കേസിൽ നമ്മൾ ചെയ്യുക, കോർണർ പോയിന്റ്സ് എടുക്കും, എന്നിട്ട് കോർണർ പോയിന്റ്സിൽ വാല്യൂ ഓഫ് Z കണ്ടുവെക്കും. പക്ഷെ ആ വാല്യൂ മാക്സിമം ആണോ മിനിമം ആണോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ എക്സ്ട്രാ ഒരു ചെക്ക് ചെയ്യാറുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലെസ് ദാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലെസ് ദാൻ മിനിമം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ മാക്സിമം എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു ലൈന് വരച്ചിട്ട് ആ ലൈനും നമ്മുടെ LPPയും തമ്മിൽ കോമൺ റീജിയൻ ഉണ്ടോ എന്നായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. അതേ സംഗതി നമ്മൾ ഇവിടെ സ്ലൈഡർ വെച്ച് ചെക്ക് ചെയ്യും. ആ സ്ലൈഡർ ആണല്ലോ നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണല്ലോ സ്ലൈഡർ. സോ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ടിൽ പോയിട്ട് കോർണർ എടുക്കാം, കോർണർ പോയിന്റ്സ് എടുക്കാം. സോ കോർണർ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കമാൻഡ് എടുക്കുക, A കൊടുക്കുക. ഇതൊക്കെ പഠിച്ചു പോയിട്ടുണ്ടാവല്ലോ അല്ലേ? സോ കോർണർ പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരുടെ പേര് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോകുന്നു, നെയിമിന്റെ കൂടെ നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുത്താൽ എല്ലാ കോർണർ പോയിന്റ്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് ആണ്, വിച്ച് ആർ ഇവിടെ ഒരു കോർണർ പോയിന്റ് C ആണ്. C എന്ന് പറയുന്നത് 0.5 ആണ്. പിന്നെ വരുന്നത് F ആണ്, F 0.3 ആണ്. പിന്നെ വരുന്നത് G ആണ്, G is 1.0 and then comes 60. I എന്ന് പറയുന്ന പോയിന്റ് ആണ്, which is 60. സോ ഈ 4 കോർണർ പോയിന്റ്സ് ആണ് നമ്മുടെ അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വാല്യൂ ഓഫ് Z കാണാം, അത് ഞാൻ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ കോർണർ പോയിന്റ്സും കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് Z. 0.5, 0.3, 1.0, 60. കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് -10, -6, 5, 30 ആണ്. Z എന്താണ്? 5x minus 2y ആണ്. സോ അവിടെ നമ്മൾ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -10, -6, 5, 30.
ഈ 4 വാല്യൂസ് ആണ്. ഇതിൽ എന്താണ് മാക്സിമം? മാക്സിമം 30 ആണ്, മിനിമം -10 ആണ്. പക്ഷേ ഈ -10 തന്നെയാണോ മിനിമം, -30 തന്നെയാണോ മാക്സിമം എന്ന് നമുക്ക് ഉറപ്പില്ല. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. Is there any other point inside the feasible region at which z is maximum or minimum? അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. Create a slider C with minimum -15, maximum 100 and increment 0.5. Draw the line 5x minus 2y equal to C. Change the value of C such that the line passes through the corner point which gives the maximum value. So നമ്മൾ C ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കും. Increase the value of C further and observe the portion of the line inside the feasible region. Is there exist any higher value of C എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. What does it infer about maximum value? What does it infer about minimum value? Question full ഞാൻ ആദ്യം വായിച്ചാണ്. ഇനി നമ്മൾ പരിപാടികളിലേക്ക് കടക്കുകയാണ്. അതായത് അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയനും കോർണർ പോയിന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കോമൺ പോയിന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിച്ച മാക്സിമം എന്ന് പറയുന്നത് എന്തായിരുന്നു? മാക്സിമം ആയിട്ട് കിട്ടിയത് 30 ആണ്. 30നേക്കാളും വലിയ വാല്യൂ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. -10നേക്കാളും ചെറിയ വാല്യൂ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യണം. നമ്മുടെ ബൗണ്ടറി റീജിയനിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് സിയുടെ വാല്യൂ കാണാം. അപ്പോൾ ആ സിയുടെ വാല്യൂ 30നേക്കാളും കൂടുതലാവുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. -10 മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ -10നേക്കാളും കുറവ് വാല്യൂ എടുക്കുന്നുണ്ടോ എന്നും നമ്മൾ നോക്കണം. സോ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സി ആയിട്ട് മിനിമം 15ഉം മാക്സിമം 100ഉം ആണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആൻഡ് ഇൻക്രിമെന്റ് 0.5 ആണ്. മിനിമം 15, മാക്സിമം 100. സോ സ്ലൈഡർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ലൈഡിന്റെ പേര് സി അല്ലടാ. അപ്പൊ -15 ആണ് നമുക്ക് എന്തായിട്ട് കൊടുക്കാൻ പറഞ്ഞത്? -15 മിനിമവും, മാക്സിമം ആയിട്ട് 100, ഇൻക്രിമെന്റ് 0.5. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്ലൈഡർ. ഇനി സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോ ദി ലൈൻ 5x minus 2y is equal to C എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അത് വരയ്ക്കാൻ പോവാണ്. 5x minus 2y is equal to C. 5x minus 2y നമുക്ക് നല്ലപോലെ കാണുന്നില്ല. നമുക്ക് ഇതിന്റെ കളർ ഒന്നുകൂടി മാറ്റാം കേട്ടോ. ഒരേ കാര്യങ്ങളാണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്നത്. സോ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോകുന്നു, കളറിൽ പോയി നമ്മൾ വീണ്ടും റെഡിനെ ഒരു ഓറഞ്ച് ആക്കണോടാ. കാണുന്നില്ല. റെഡ് ആകുമ്പോൾ നന്നായിട്ട് കാണുന്നുണ്ട് അല്ലേ? വേറെ ഏതെങ്കിലും കളർ വേണ്ട, വേറെ ഒന്നും വലിയൊരു പഞ്ചില്ല, നമുക്ക് റെഡ് തന്നെ ആക്കാം. യാ, സോ നോ. അങ്ങനെ നമ്മൾ 5x minus 2y is equal to 1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ C എന്ന് പറയുന്ന ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സിയുടെ വാല്യൂ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ -10നേക്കാളും ചെറുതോ 30നേക്കാളും വലിയ വാല്യൂ ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫീസിബിൾ റീജിയനിലേക്ക് ഇത് കടക്കുന്നേ ഉള്ളൂ. യെസ്, സിയിൽ കറക്റ്റ് അത് -10 എന്ന് പറയുന്ന വാല്യൂ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോർണർ പോയിന്റ് ആണല്ലോ സി. സിയിലാണ് നമുക്ക് മിനിമം കിട്ടിയത്. അവിടെ -10 എന്ന് പറയുന്ന മിനിമം വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി ഫീസിബിൾ റീജിയന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. സി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. നോക്കുകയാണേ, നോക്കിക്കോ, -7.5, -4. ഒരിക്കലും -10ന്റെ ബാക്കോട്ട് വരുന്നില്ല കേട്ടോ. നോക്കിക്കേ, പിന്നെ പോസിറ്റീവ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിക്കേ 20, 23 എന്നൊക്കെ പറഞ്ഞ് സംഗതി പോവുകയാണ്. വിച്ച് മീൻസ് -10ലും കുറവ് വാല്യൂ വരുന്നില്ല. നിങ്ങൾ നോക്കിക്കേ, ഒന്നുകൂടി സിയുടെ വാല്യൂ കേട്ടോ നോക്കണ്ടേ. സി നമ്മുടെ കറക്റ്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്ത് വാല്യൂ എടുത്തു? -10 എന്ന് പറയുന്ന വാല്യൂ എടുത്തു. ഇതാ സിയിൽ കറക്റ്റ് നിൽക്കുമ്പോൾ, സിയിലൂടെ പാസ് ചെയ്ത് നിൽക്കുമ്പോൾ -10 എടുത്തു. പക്ഷെ സി കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് -10നേക്കാളും വലിയ വാല്യൂസ് ആണ്. -6, -4 എന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാളും വലിയ വാല്യൂസ് ആണ്. അതിലും ചെറിയ വാല്യൂ എടുക്കുന്നില്ല. നോക്കിക്കേ, മൊത്തത്തിൽ നമ്മളിങ്ങനെ മൊത്തം സി നമ്മളിങ്ങനെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ലാർജർ വാല്യൂസ് എടുക്കുന്നുണ്ട്, പക്ഷേ സ്മോളർ വാല്യൂസ് എടുക്കുന്നില്ല. അപ്പം ഉറപ്പായി മിനിമം എന്ന് പറയുന്നത് -10 തന്നെയാണ്. ഇതാണ് നമ്മുടെ LPP അൺബൗണ്ടഡ് ആകുമ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് അല്ലേ. മിനിമം ആണോ മാക്സിമം ആണോ നമുക്ക് ഉറപ്പല്ല. നമ്മൾ അതിനുവേണ്ടി ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. ഇവിടെ നമുക്ക് മനസ്സിലായി -10ലും താഴെ വാല്യൂ എടുക്കുന്നില്ല. വിച്ച് ദർഫോർ മിനിമം -10 ആണ് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, മിനിമം ഇസ് ഈക്വൽ ടു -10. ഇനി ഇതേപോലെ നമ്മൾ മാക്സിമം 30 ആണോ ഒന്ന് വെരിഫൈ ചെയ്യാൻ പോവാണ്. മാക്സിമം 30 ആണോ എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സി നിൽക്കുന്നത് 58 അല്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ ലെഫ്റ്റ് നിന്ന് കൊണ്ടുവരികയാണ്. നമ്മുടെ കോർണർ പോയിന്റിലെത്തി, -10ൽ കയറി. ഇനി നമ്മൾ നമ്മുടെ ബൗണ്ടഡ് റീജിയനിലേക്ക് അൺബൗണ്ടഡ് റീജിയനിലേക്ക് കടക്കുകയാണ്. ഫീസിബിൾ റീജിയനിലേക്ക് കടന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിയുടെ വാല്യൂ കൂടി 30. ഓക്കെ, 60 എന്ന് പറയുന്ന പോയിന്റിൽ 30 എടുക്കുന്നുണ്ട്. പക്ഷേ 30 കഴിഞ്ഞ് പിന്നെയും ഇത് പൊക്കൊണ്ടിരിക്കുകയാണ്. അതായത് 39, 40, 50 എന്നൊക്കെ പറഞ്ഞ് ലാർജർ വാല്യൂസ് ഫംഗ്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 70 എത്തി, 80 എത്തി. നോക്കിക്കേ, നമ്മുടെ ബൗണ്ടഡ് റീജിയൻ ക്രോസ് ചെയ്ത് പോകുമ്പോഴേക്ക് 80, 100 വരെയുള്ള വാല്യൂസ് ഒക്കെ അതെടുത്തു. സോ 30 ഒരിക്കലും നമുക്ക് മാക്സിമം എന്ന് പറയാൻ പറ്റില്ല. കാരണം 30 കഴിഞ്ഞത് ഈ റീജിയൻ ഒക്കെ എത്തുമ്പോഴേക്ക് തന്നെ അത് 70, 80, 90 എന്നൊക്കെ പറഞ്ഞ് ലാർജർ വാല്യൂസ് എടുക്കുകയാണ്. അതിലും വലിയ വാല്യൂ എടുക്കണമെങ്കിൽ ഒരിക്കലും മാക്സിമം 30 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫീസിബിൾ റീജിയന്റെ ഉള്ളിൽ വേറെ പോയിന്റ്സിൽ ആൾ മാക്സിമം വേറെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് 30 മാക്സിമം എന്ന് പറയാൻ പറ്റില്ല. Therefore this LPP has no maximum എന്ന് നമ്മൾ പറയും. മിനിമം -10 ആണ്, മാക്സിമം ഇല്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്താണ് ചെയ്യുന്നത്? LPP ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമവും മാക്സിമം ഒക്കെ നമ്മൾ കോർണർ പോയിന്റ്സ് വെച്ച് എടുക്കും. അത് തന്നെയാണോ മിനിമം മാക്സിമം എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ സ്ലൈഡർ സി ഉണ്ടാക്കുന്നത്.
സ്ലൈഡർ സി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് പേര് കൊടുക്കുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ പേരാ 5x + 2y അല്ലെങ്കിൽ 3x + 9y എന്നൊക്കെ പറഞ്ഞ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഡിഫറെന്റ് വാല്യൂസ് ആണ്. ഫീസിബിൾ റീജിയനിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഫൈൻഡ് ചെയ്ത മിനിമത്തിനേക്കാളും ചെറിയ വാല്യൂ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഫൈൻഡ് ചെയ്തത് ശരിക്കുള്ള മിനിമം അല്ല എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നത്. സിമിലർലി സ്ലൈഡർ ഫീസിബിൾ റീജിയനിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമത്തിനേക്കാളും വലിയ മാക്സിമം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്തത് മാക്സിമം അല്ല. സോ ബൗണ്ടഡ് റീജിയനിൽ നമ്മൾ ഫൈൻഡ് ചെയ്തത് എന്തായാലും കറക്റ്റ് ആയിരിക്കും. കാരണം ബൗണ്ടഡിന്റെ കോർണർ പോയിന്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി അഷ്യൂർ, നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. അൺബൗണ്ടഡിൽ എന്തായാലും നിങ്ങൾ ഈ സ്ലൈഡർ വെച്ച് ചെക്ക് ചെയ്തിട്ടേ മാക്സിമം അല്ലെങ്കിൽ മിനിമം എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ടേബിൾ വാല്യൂ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം മിനിമം എഴുതരുത്. തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്ലൈഡർ മൂവ് ചെയ്ത് സ്ലൈഡർ അതിനേക്കാളും ചെറിയ വാല്യൂ വലിയ വാല്യൂ എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ തന്നെയാണ് കേട്ടോ കൂടുതൽ മനസ്സിലാവുക. സോ ഇതാണ് LPPയുടെ ലാബ് എന്ന് പറയുന്നത്. ഇതിൽ അവസാനമായിട്ട് ഒറ്റ കേസ് കൂടി ഉണ്ട്. അതായത് ഫീസിബിൾ റീജിയൻ ഇല്ലാത്ത കേസാണ്, ഇൻഫീസിബിൾ സൊല്യൂഷൻ ആണ്. നമുക്ക് ഇതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. സോ ഇവിടെ നമ്മൾ പുതിയൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്യാണ്. Control M നമ്മൾ കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് കൊടുക്കാം, കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ കമാൻഡ് കൊടുക്കാം. ആൻഡ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. ഓരോ ഇനീക്വാലിറ്റി കഴിയുമ്പോഴും നമുക്ക് ആൻഡ് ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോടാ? ഇല്ല, ഇവിടെ ആക്ച്വലി നമുക്കൊരു ഷെയ്ഡഡ് റീജിയൻ തന്നെ കാണുന്നില്ല, 2 ലൈൻസ് മാത്രമേ കാണുന്നുള്ളൂ. അതായത് ഈ ഇനീക്വാലിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരച്ചാൽ നമുക്കൊരു ഫീസിബിൾ റീജിയൻ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഷെയ്ഡഡ് ആയിട്ട് ഒരു റീജിയനും കാണുന്നില്ലല്ലോ. അതായത് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ റീജിയൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ദർ ഇസ് നോ ഷെയ്ഡഡ് റീജിയൻ, ദർ ഇസ് നോ ഫീസിബിൾ റീജിയൻ എന്നാണെങ്കിൽ ദർ വിൽ ബി നോ മാക്സിമ, നോ മിനിമം. സോ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ 4 കേസസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു നമ്മുടെ കേസസ്? ആദ്യം ബൗണ്ടഡ് കേസ് ആയിരുന്നു. അവിടെ നമ്മൾ കറക്റ്റ് കോർണർ പോയിന്റ്സ് എടുത്ത് മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്തു. സെക്കൻഡിലും ബൗണ്ടഡ് കേസ് ആണ്, പക്ഷെ അവിടെ 2 പോയിന്റ്സിൽ മാക്സിമം കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായത് അവരെ കണക്ട് ചെയ്യുന്ന ലൈനിൽ മൊത്തത്തിൽ മാക്സിമം ആണ് എന്നുള്ളൊരു കാര്യമാണ്. തേർഡ് കേസിൽ നമുക്ക് അൺബൗണ്ടഡ് ആയിരുന്നു റീജിയൻ. അവിടെ നമുക്ക് മിനിമം കിട്ടി, പക്ഷേ മാക്സിമം കിട്ടിയില്ല. എല്ലാ കേസസിനും പോസിബിലിറ്റി ഉണ്ട്, മിനിമവും മാക്സിമം ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം. ആൻഡ് ഫോർത്ത് കേസ് ഫീസിബിൾ റീജിയൻ അവിടെ ഇല്ലായിരുന്നു, നോ ഫീസിബിൾ റീജിയൻ, ഹെൻസ് നോ സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏറെക്കുറെയൊക്കെ ശരിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പേടിക്കൊന്നും വേണ്ട കേട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഒന്നുകൂടി എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കമാൻഡ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. LPP ധാരണ ഉണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ LPP ധാരണ വന്നോളൂ, അതായിരിക്കും കൂടുതൽ ശരി. എനിവേസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.